യൂറോപ്പിൽ തന്നെ ഏറ്റവും ആകർഷകമായ ഫുട്ബോൾ കളിക്കുന്ന ടീമുകളിലൊന്നാണ് ബാർസലോണ. പക്ഷേ നിങ്ങൾ ക്ഷീണിതരായിരിക്കുന്ന നേരത്തും അതേ ശൈലി തുടർന്നാൽ അത് അപകടകരമാണ്. പെഡ്രിയുടെയോ യമാലിൻ്റെയോ റഫീനിയുടെയോ ഒരു മോശം ദിവസം നിങ്ങളെ ടൂർണമെൻറ്റുകളിൽ നിന്ന് പുറത്താക്കും. മാസങ്ങൾക്ക് മുമ്പ് ഫ്ലിക്കിന് കീഴിലെ ബാർസയുടെ അഗ്രസീവ് ശൈലിയെപ്പറ്റി മുൻ റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡർ കൂടിയായ ടോണി ക്രൂസ് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അന്ന് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി വാദങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഇന്നലെ നടന്ന കോപ്പ ഡെൽ റേ ആദ്യപാദ സെമിഫൈനൽ ക്രൂസിന്റെ വാദങ്ങളെ അക്ഷരാർത്ഥത്തിൽ അടിവരയിടുന്നതായിരുന്നു. പെഡ്രിയും റഫീനിയയും ഇല്ലാത്ത, യമാലിന്റെ മിന്നലാട്ടങ്ങളില്ലാത്ത മറ്റൊരു മത്സരം കൂടി ബാർസ ടാറ്റിക്സിലെ വിള്ളലുകൾ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ആസ്ക് റയൽ മാഡ്രിഡിനോട് ചോദിക്കൂ. കോപ്പ ഡെൽ റേ സെമിഫൈനൽ വരെ ബാർസ ടോപ്പ് ടയർ ടീമുകളെ ഒന്നും നേരിട്ടിട്ടില്ലെന്നും ടൂർണമെന്റിന്റെ മൂല്യം കുറക്കുന്നവരാരാണെന്നുള്ള ചോദ്യത്തിന് ഹാൻസി ഫ്ലിക്ക് നൽകിയ മറുപടി അതായിരുന്നു. റയലിനെ പുറത്താക്കി ആൽബിസെറ്റെ തോൽപ്പിച്ചാണ് തങ്ങൾ സെമിയിലേക്ക് കടന്നതെന്നും എതിരാളികൾ ആരായിരുന്നാലും അത് തങ്ങളെ ബാധിക്കുന്നില്ല എന്നതുമായിരുന്നു ഫ്ലിക്ക് ആ ഒരൊറ്റ വരിയിലൂടെ പറഞ്ഞു വെച്ചത്. ശരിയാണ്, ഇന്നലെ മെട്രോപൊളിറ്റാനോയിൽ കളിക്കാനിറങ്ങും വരെ മത്സരത്തിലെയും ടൂർണമെന്റിലെയും ഫേവറേറ്റുകൾ ആരാണെന്നതിന് ബാർസക്കപ്പുറം മറ്റൊരു ഉത്തരമില്ലായിരുന്നു. പക്ഷേ ഇനി അതങ്ങനെയല്ല. ഡീഗോ സിമിയോണിക്ക് ഒരു പതിവുണ്ട്. തൻ്റെ ടീം മോശം ഫോമിൽ കളിക്കുമ്പോൾ തൻ്റെ സ്ഥാനം കയ്യാലപ്പുറത്താവുമെന്ന് തോന്നുമ്പോൾ അയാൾ പോയൊരു ട്രോഫി അങ്ങ് വിജയിക്കും. വിമർശകരുടെ വായ മൊത്തത്തിൽ അങ്ങ് മൂടിക്കെട്ടും. 2011 ചുമതലയേറ്റതിൽ പിന്നെ അത്ലറ്റിക്കോയിൽ സിമിയോണി കാത്തു സൂക്ഷിക്കുന്നത് അത്തരമൊരു രീതിയാണ്. സീസണിൽ ലീഗ് കിരീടം മോഹിക്കുന്നത് അത്യാഗ്രഹമാണെന്ന് കരുതിയായിരിക്കണം ലീഗ് കപ്പിൽ സിമിയോണി അത്തരമൊരു നീക്കത്തിനൊരുങ്ങിയത്. പരിശീലകൻ തൻ്റെ പതിവ് ഡിഫൻസീവ് ശൈലി മാറ്റിവെച്ചതും ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജും കൂടി ചേർന്നപ്പോൾ ബാർസലോണയ്ക്ക് മേൽ അത്ലറ്റിക്കോ ഇന്നലെ നടത്തിയത് ഒരു നരനായാട്ടാണ്. ആദ്യ 45 മിനിറ്റിൽ തന്നെ 4 തവണ പ്രഹരമേൽപ്പിച്ച ഒരു ബ്രൂട്ടൽ മാസീവ് അറ്റാക്ക്.